പാസ്റ്റർ പറഞ്ഞ പോലെ തെലങ്കാന ആന്ധ്രാപ്രദേശിൽ ജനിച്ചിട്ട് അവിടെ പഠിച്ച് അവിടെ വളർത്ത് എനിക്ക് ഒരു ഭാഷ പോലും അറിയത്തില്ല. ഞാൻ MLT പഠിച്ചായിരുന്നു, മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ പഠിച്ചായിരുന്നു. ആ സമയത്ത് പോലും എനിക്ക് ഇംഗ്ലീഷ് പോലും അറിയത്തില്ല. പക്ഷെ കർത്താവ് കേരളത്തിൽ കൊണ്ടുവന്നു. ആ സമയത്ത് ഞാൻ ഇവിടെ 3 വർഷം പഠിച്ചു. അത് കഴിഞ്ഞ ശേഷം ആ 3 വർഷത്തിൽ എന്നോട് കൂടെ പല സ്നേഹിതരും പഠിച്ചായിരുന്നു. ഹിന്ദി ആൾക്കാരുണ്ട്, മലയാളി ആൾക്കാരുണ്ട്, പിന്നെ തെലങ്കാന ആന്ധ്ര എല്ലാ ആൾക്കാരുണ്ട്. പക്ഷെ അവരെല്ലാം അടുക്കൽ അവരുടെ മധ്യത്തിൽ ഞാൻ മാത്രം മലയാളം പഠിച്ചായിരുന്നു. ഹല്ലേലൂയ. അത് ഇംഗ്ലീഷ് മീഡിയം ഞാൻ എവിടെ പോയാലേ ഒരു 3 വാക്ക് പറയുന്നുണ്ട്. നമ്മുടെ പ്ലാൻ വേരും കർത്താവിൻ്റെ പ്ലാൻ വേരും, നമ്മുടെ ചിന്ത വേരും കർത്താവിൻ്റെ ചിന്ത വേരും. നമ്മൾ ഏത് അനുസരിച്ച് കർത്താവ് എനിക്ക് ഇത് വേണം എന്ന് പറഞ്ഞാൽ കർത്താവ് എന്ന് പറയാൻ അറിയാമോ, ഇതല്ല മോനെ നിനക്ക് ഇത് വേറെ വേണം എന്ന് പറയും. ആമേൻ, ഹല്ലേലൂയ. എനിക്ക് ഒന്നും അറിയത്തില്ല. പക്ഷെ ആ സമയത്ത് ഞാൻ എന്തോ ഇങ്ങനെ മലയാളത്തിൽ പഠിക്കാനായിട്ട് ചോദിച്ചു. എനിക്ക് ആ സമയത്ത് ബൈബിൾ കോളേജ് പഠിക്കുന്ന സമയത്ത് കോളേജ് ഫീസ് എടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ല. എൻ്റെ ഫാമിലി അത്ര സെറ്റിൽ ആയിട്ടില്ല. പക്ഷെ ആ വർഷത്തിൽ 3 വർഷം ഞാൻ ഒരു കട ജോലി ചെയ്തു ഇവിടെ. ഹല്ലേലൂയ. നമ്മൾ ഏത് പ്ലാൻ ചെയ്താലും കർത്താവ് എനിക്ക് ഇങ്ങനെ വീട് വേണം, ഇങ്ങനെ ഇത് വണ്ടി വേണം, ഇല്ലെങ്കിൽ കർത്താവ് എൻ്റെ പിള്ളേർ ഇങ്ങനെ ഡോക്ടർ പഠിക്കണം, എഞ്ചിനീയറിംഗ് പഠിക്കണം, നമ്മുടെ പ്ലാൻ ചെയ്യണം, നമ്മുടെ പിള്ളേർ പ്ലാൻ ചെയ്യാം. പക്ഷെ കർത്താവ് എന്ന് വെച്ചാൽ പറയാം അതല്ല, എൻ്റെ പ്ലാൻ വേറെ ഉണ്ട് എന്ന് പറയും. ഹല്ലേലൂയ. ഇവിടെ പരിചയപ്പെടുത്തു. ആ സമയത്ത് എനിക്ക് വീടില്ല, ഒന്നുമില്ല. ഒരു ചെറിയ ഒരു ഷെഡ്, ഒരു 3 ഷീറ്റ് വെച്ച് ആ ഷെഡിനകത്ത് ഞാൻ താമസിക്കുന്നുണ്ട്. ആ സമയത്ത് കർത്താവ് എങ്ങനെ പ്ലാൻ ആയിട്ട് ഇവർ അവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ ഗുഡ് ന്യൂസ് ഇന്ത്യ മിനിസ്ട്രിയോട് ചേർന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവർ എനിക്ക് സഹായിച്ചു. പാസ്റ്റർമാരെ എനിക്ക് ഗ്രൗണ്ട് ഫ്ലോർ ചർച്ച്, പിന്നെ ഫസ്റ്റ് ഫ്ലോർ വീട് എല്ലാം സെറ്റ് ചെയ്തു. ഹല്ലേലൂയ. എൻ്റെ പ്ലാൻ കർത്താവ് എനിക്ക് ഒരു ചെറിയ ചർച്ച മതി എന്ന് പറഞ്ഞാൽ, പക്ഷെ കർത്താവ് പറഞ്ഞ ചെറിയതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വലുത് മാത്രമേ തരുന്നു. നമ്മുടെ കർത്താവ് ഏത് ചെയ്താലും അത് ഒരു ചെറിയതല്ല, അത് വലിയത് മാത്രമേ ആകും. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ ചിന്ത ചെറുതാകും, പക്ഷെ കർത്താവിന്റെ പ്ലാനും വലുതാണ്. ഹല്ലേലൂയ. സ്തോത്രം. എന്നാലും ഒരു 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾ നിർത്താനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വാട്ട് ഈസ് ദ പ്രെയർ, പ്രാർത്ഥന എന്താ. നമ്മുടെ ചിന്തയ്ക്ക് ആന്ധ്രയിൽ എങ്ങനെ അറിയാമോ, അമ്മ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ ശേഷം അവർ അയ്യോ പാസ്റ്റർ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല പാസ്റ്റേ, എങ്ങനെ പ്രാർത്ഥിക്കണോ, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണോ ഒന്നും അറിയത്തില്ല. അവർ അങ്ങനെ പറയാം. അവിടുത്തെ ആന്ധ്ര ആൾക്കാർ പല ചർച്ചസിൽ എവിടെ തന്നെ അങ്ങനെ ഉണ്ട്. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അയ്യോ എനിക്ക് പേടി. പക്ഷെ പ്രാർത്ഥന എന്താ, വാട്ട് ഈസ് ദ പ്രെയർ? നമ്മൾ ചിന്തിക്കും പ്രാർത്ഥന അയ്യോ അത് ഒരു വലിയ വിഷയം, എന്തോ കാര്യം, എന്തോ ഒരു സംഭവം അങ്ങനെ ചിന്തിക്കും. പക്ഷെ പ്രാർത്ഥന, വാട്ട് ഈസ് ദ പ്രെയർ? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. എക്സാമ്പിൾ, ഒരു ഉദാഹരണം, പാസ്റ്റർ എൻ്റെ പപ്പ, ഞാൻ പാസ്റ്ററുടെ മകൻ. എനിക്ക് ഏത് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ എന്തു ചെയ്യും? വേറെ എവിടെയെങ്കിലും പോയി ചോദിക്കുമോ? എൻ്റെ പപ്പ അടുക്കൽ പോയിട്ട് ചോദിക്കുമോ? പപ്പ എവിടെ ഉണ്ട് അവിടെ പോയി പപ്പ എനിക്ക് ഇത് വേണം, എനിക്ക് ഫീസ് അടിക്കണം, എനിക്ക് കാർ വേണം, എനിക്ക് വണ്ടി വേണം, എവിടെ പോയി ചോദിക്കും? പപ്പ അടുക്കൽ പോയി ചോദിക്കും. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന വേറെ ഒന്നും സംഭവമില്ല. നിന്റെ ആവശ്യം എന്തോ ആ ആവശ്യത്തിന് വേണ്ടി എവിടെ നിങ്ങൾക്ക് ആ ആവശ്യം കിട്ടുമോ, എവിടെ നിനക്ക് ലഭിക്കുമോ, എവിടെ നിനക്ക് അത് കിട്ടുമോ അവിടെ തന്നെ പോയിട്ട് ചോദിക്കേണ്ട. ദാറ്റ് ഈസ് ദ പ്രെയർ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗോഡ്, കർത്താവോട് സംസാരിക്കുന്നുണ്ട്, അത് പ്രാർത്ഥന. പ്രാർത്ഥന വേറെ ഒന്നും സംഭവമില്ല. നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും ചെറിയ വഴക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എത്ര ബഹളം ഉണ്ടാക്കും. ഭർത്താവോട്, ഭാര്യയോട്, മക്കളോട്, എടാ അലക്സ എന്താ ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ ഭയങ്കര സൗണ്ടായിട്ട് ബഹളം ഉണ്ടാക്കും. പക്ഷെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ ശേഷം വായിലുണ്ട് സൗണ്ട് കിട്ടില്ല, അങ്ങനെ മാത്രം പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥന, വാട്ട് ഈസ് ദ പ്രെയർ? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവോട് സംസാരിക്കുന്നുണ്ടോ അത് പ്രാർത്ഥന. നമ്മുടെ വീട്ടുകാരോട് എങ്ങനെ സംസാരിക്കുമോ, കർത്താവിൻ്റെ അടുക്കൽ പോയി, കർത്താവ് ഉള്ള സ്ഥലത്ത് പോയി അവിടെ നമ്മുടെ സംസാരിക്കും. ദാറ്റ് ഈസ് ദ പ്രെയർ. പ്രാർത്ഥന എന്താ വേറെ ഒന്നുമില്ല.
പ്രാർത്ഥന. എക്സാമ്പിൾ, നമ്മുടെ മുനിസിപ്പാലിറ്റിയിലോ ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ, എക്സാമ്പിൾ ഇപ്പോൾ വിജയവാഡ കമ്മം ഭയങ്കര വെള്ളപ്പൊക്കമായിരുന്നു. ആ സമയത്ത് ഒത്തിരി ആൾക്കാർ മരിച്ചു, പല വീടുകളെല്ലാം ഇതായി കൊളോപ്സ് ആയിപ്പോയി. പക്ഷെ അവിടെ മുനിസിപ്പാലിറ്റി MLA MP അവിടെ കണ്ടിട്ട് അവരോട് ഇവർ ചോദിക്കുന്നുണ്ട്, പ്രസന്റ് സിറ്റുവേഷൻ കുടിക്കാനും ഒരു വെള്ളം പോലും കിട്ടുന്നില്ലെന്ന് പറയുന്നു. പക്ഷെ അവർ വന്നിട്ട് എങ്ങനെ നോക്കിയിട്ട് തിരിച്ചു പോകുന്നുണ്ട്. പക്ഷെ അവരെ അടുക്കൽ ഇവർ പോയി ചോദിക്കുന്നുണ്ട്, ഇവർ തരുമോ എന്ന് അറിയത്തില്ല. പക്ഷെ നമ്മുടെ എവിടെ പോയി, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി കർത്താവിന്റെ അടുക്കൽ പോയി, കർത്താവുള്ള സ്ഥലത്ത് പോയി ഏത് ചോദിച്ചാലും, അത് വെള്ളം ആകട്ടെ, ഭക്ഷണമാകട്ടെ, ഏതു ആകട്ടെ, അത് കർത്താവ് നമുക്ക് തക്ക സമയത്ത് കൊണ്ടുവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യം എന്തുണ്ടോ അത് കർത്താവോട് സംസാരിക്കേണ്ടത്, അത് പ്രാർത്ഥന. വരുമ്പോൾ പാഷ വെച്ചിട്ട്, പാഷ എനിക്ക് ഒരു 5000 വേണോ എന്ന് പറഞ്ഞ ശേഷം എന്ത് ചെയ്യും? ചിലപ്പോ രാജു എൻ്റെ കയ്യിലോ ഒന്നുമില്ല, ചിലപ്പോ സെൻഡ് ചെയ്യും. പക്ഷെ നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ പോയി, കർത്താവേ എൻ്റെ ഫാമിലി ഇത് ആവശ്യമുണ്ടോ, എൻ്റെ മക്കൾക്ക് ഇത് ആവശ്യമുണ്ടോ, എൻ്റെ സ്റ്റഡിക്ക് വേണ്ടി ഇത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ കർത്താവെ തീർച്ചയായിട്ടും നമുക്ക് തരും. ഹല്ലേലൂയ, ദാറ്റ് ഈസ് ദ പ്രേയർ. രണ്ടാമത്തെ കാര്യം, എവിടെ ഈ പ്രേയർ എവിടെ സ്റ്റാർട്ടായി? ഉൽപ്പത്തി പുസ്തകം 4:26. ഷേത്തിന് മകൻ ജനിച്ചു, ഏനോഷ് എന്ന് പേര് വെച്ചു. ആമേൻ, ഹല്ലേലൂയ. ആദ്യത്തെ ബൈബിളിൽ എവിടെ പ്രാർത്ഥന പ്രാരംഭിച്ചിട്ടുണ്ടോ? നമ്മുടെ ജെനസിസ് ഉൽപ്പത്തി പുസ്തകം 1, 2, 3 നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല പ്രാർത്ഥിച്ചെന്ന്. പക്ഷെ അതുവരെ കർത്താവെ അവരോട് കൂടുണ്ട്. അതുവരെ ഒരു പ്രാർത്ഥന ചെയ്യാനായിട്ട് ഒരു അവസരം വേണ്ട, പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് എപ്പോഴും അവരോട് കൂടെ ഉണ്ട്. ആദാം എവിടെ ഉണ്ടെങ്കിൽ കർത്താവ് അവിടെ ഉണ്ട്, കർത്താവ് എവിടെ ഉണ്ടെങ്കിൽ ആദാം അവിടെ ഉണ്ട്. പക്ഷെ ഇവർ എപ്പോ ഒരു തെറ്റ് ചെയ്തു, ആ സമയത്ത് സ്പ്ലിറ്റായി. പക്ഷെ പിന്നെ എവിടെ പ്രാർത്ഥന ഈ പ്രെയർ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ഷേതു അവിടെ വായിക്കുമ്പോൾ എങ്ങനെയുണ്ടോ, എങ്ങനെ ഷേതു ഒരു മകൻ ജനിച്ചു, ഏനോഷ് ജനിച്ച സമയത്ത് അവിടെ എന്താ prayer start ആയിട്ടുണ്ട്. ഹല്ലേലൂയ. ഫസ്റ്റ്, വാട്ട് ഈസ് ദ prayer? when does the prayer start? മൂന്നാമത്തെ കാര്യം, എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം? why we have to pray? എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം? കുറേ റീസൺസ് പറഞ്ഞിട്ട് വ്യക്തമായിട്ട് നോക്കുന്നുണ്ട്. ഒരു വാക്യം വായിക്കാം. ഫസ്റ്റ് സമൂയേൽ 1 പുസ്തകം ചാപ്റ്റർ 1 10 മുതൽ 12 വരെ. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു, ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവയെ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. ഇവിടെ ഒറ്റ വാക്ക് മാത്രമുണ്ട് പറയാനായിട്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ആര് കാണും? ഇവിടെ ഹന്ന എന്ന ഒരു സ്ത്രീയുണ്ട്. ഹന്ന മക്കളില്ലാത്ത ആ സമയത്ത് എന്തു ചെയ്തു മനസ്സിലാകുന്നില്ല. ആ സമയത്ത് ഇവൾ എന്തു ചെയ്തു? കർത്താവുള്ള സ്ഥലത്ത് ആലയത്തിൽ പോയി അവിടെ മുട്ടുകുത്തി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവൾ ഒറ്റ വാക്ക് മാത്രമേ പറഞ്ഞിട്ടുണ്ട്, എന്റെ സങ്കടം. എന്തോ സങ്കടം? അതെന്ത് കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒത്തിരി വർഷങ്ങളായിട്ട് മക്കളല്ല, അവൾ എവിടെ പോയാലും നിന്ദിക്കപ്പെടുന്നുണ്ട്. സ്നേഹത്തിലുള്ള സ്ഥലത്ത് പോയാല് നിന്ദിക്കപ്പെടുന്നുണ്ട്. ഫാമിലി മെമ്പേഴ്സ് ഉള്ള സ്ഥലത്ത് പോയാല്, എവിടെ പോയാലും, ആ നാട്ടുകാരായാലും വീട്ടുകാരായാലും എല്ലാവരും ഇവള് സങ്കടപ്പെടുന്നുണ്ട്. എന്തു ചെയ്തു മനസ്സിലാകുന്നില്ല. പക്ഷെ ഒരു ദിവസം ഇവള് പെട്ടെന്ന് അങ്ങോട്ട് ഓടി പോകുന്നു മാർഗത്തിൽ ഒരു ആലയം, ഇതുപോലെ ഒരു ഗുഡ് ന്യൂസ് ഇന്ത്യൻ മിഷൻ ചർച്ച അങ്ങനെയുണ്ടോ അതുപോലെ ഒരു ആലയം കണ്ടത്. അതിന്റെ അകത്ത് കയറി ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് മക്കളില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ അറിയത്തില്ല. എന്റെ സങ്കടം എങ്ങനായാല് നീ മാറ്റാൻ ശക്തനായിട്ടുണ്ട്. എന്റെ സങ്കടം മാറ്റാൻ എന്ന് പ്രാർത്ഥിച്ചു.
The one prayer changed her life. ആ ഒറ്റ പ്രാർത്ഥന അവളുടെ ജീവിതം, അവളുടെ ലൈഫ് ചേഞ്ച് ആക്കിയിട്ടുണ്ടോ? എന്നെ പകലോട് കർത്താവിന്റെ ദാസനായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടോ? നിങ്ങൾ പലരും ചോദിക്കുന്നു, കർത്താവേ എനിക്ക് ഇതാ സങ്കടം അതാ സങ്കടമുണ്ടോ, ഇങ്ങനെ കുഞ്ഞെങ്കിലും ഭാരമുണ്ടോ, എന്തും ചെയ്ത് മനസ്സിലാകുന്നില്ല എന്ന് നിങ്ങൾ പറയട്ടെ. ആ സമയത്ത് ജസ്റ്റ് നിങ്ങളൊക്കെ ആലയത്ത് പോയിട്ട് ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചാൽ മതി, നിന്റെ ലൈഫ് ചേഞ്ച് ആകും. ഏത് സങ്കടമായാലേ, ഏത് കടഭാരമായാലേ, ഏത് പ്രശ്നമായാലേ, ആ സങ്കടം only one prayer can change your problem. ആമേൻ. ഒരു ഹന്ന പ്രാർത്ഥിച്ച ശേഷം അവളുടെ സങ്കടം മാറി. നിങ്ങൾ പ്രാർത്ഥിച്ചാലേ നിങ്ങളുടെ സങ്കടം കർത്താവ് മാറ്റും. എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം? നമ്മൾക്ക് പല സങ്കടങ്ങളുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്, പല ടെസ്റ്റിലുണ്ട്. ആ ടെസ്റ്റ് ജയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ ഹന്ന പ്രാർത്ഥിച്ച ശേഷം അവളുടെ സങ്കടം മാറി. സെക്കൻഡ് റീസൺ എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, ഇവിടെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ന്യായാധിപതിമാർ 4:3. 4:3. അവന് 900 ഇരുമ്പ് രഥം ഉണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ മക്കളെ 20 സംവത്സരം കഠിനമായി ഞെരുക്കിയത് കൊണ്ട് ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ആമേൻ. അവിടെ ഒരു വാക്കുണ്ട്, 20 സംവത്സരം കഠിനമായി ഞെരുക്കിയത് കൊണ്ട്. ഞെരുക്കി എന്ന് പറയുന്നത് കനാന്യ രാജാവായ യാബീനു എത്ര വർഷം? 20 വർഷം. ഇസ്രായേൽ മക്കൾ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇസ്രായേൽ പ്രജകൾ എവിടെ പോയാലേ അവിടെ ഭയങ്കര ഈ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്, പല പ്രശ്നവും ഇവർ കാണുന്നുണ്ട്. പക്ഷെ ഇവർ ഒരു ദിവസം ഒരു തീരുമാനമെടുത്തു. അവർക്ക് അവരുടെ പ്രശ്നത്തിൽ എന്തു ചെയ്യാൻ മനസ്സിലായിരുന്നില്ല. ആ സമയത്ത് ഇവര് എന്തു ചെയ്തറിയാമോ? കർത്താവിന്റെ അടുക്കൽ പൊഞ്ഞിട്ട് അവിടെ പ്രാർത്ഥിച്ചായിരുന്നു. അവർ പ്രാർത്ഥിച്ച ശേഷം 20 വർഷമായിട്ട് 20 സംവത്സരമായിട്ട് ഉള്ള അവരുടെ പ്രശ്നം എല്ലാം മാറ്റിയിട്ടുണ്ട്. ഹല്ലേലൂയ. എത്ര വർഷം? 20 വർഷം. നമ്മുടെ പ്രശ്നം 1 വർഷം, 2 വർഷം, 3 വർഷം ആകട്ടെ. പക്ഷെ അവരുടെ പ്രശ്നം എത്ര വർഷം അറിയാമോ? 20 വർഷമുള്ള പ്രശ്നം. ഒരു 1 prayer 20 years of problem clear. ഹല്ലേലൂയ. 20 വർഷമായ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർ കർത്താവിന്റെ അടുക്കൽ പോയിട്ട് അവർ പ്രാർത്ഥിച്ച ശേഷം ഒറ്റ സെക്കൻഡിൽ അവരുടെ പ്രോബ്ലം എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ എത്ര വർഷമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ പക്ഷെ നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ, ആ പ്രാർത്ഥന തക്ക സമയത്തിന് എല്ലാം ക്ലിയർ ആക്കും. ഹല്ലേലൂയ. അത് 10 വർഷമാകട്ടെ, 20 വർഷമാകട്ടെ, എത്ര വർഷമായാലും. ഞാൻ ഒരു ടെസ്റ്റുമാണ് സാക്ഷ്യം പറയാനുണ്ട്. ഞാൻ ചർച്ച് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് പാസ്റ്റർ നമുക്ക് സഹായം ചെയ്തു. ആ സമയത്ത് കുറച്ച് കടം എടുത്തു. ആ കടം എടുത്തിട്ട് ഞാൻ എങ്ങനെ കടം ലോണു അടയ്ക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവെ എങ്ങനായാലേ എൻ്റെ കടമെല്ലാം ഇത് ക്ലിയർ ചെയ്യണമെന്നോ ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ ഈ സമയത്ത് ആൾമോസ്റ്റ് 75% എൻ്റെ കടം ക്ലിയർ ആയിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന ചിലർ പറയുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ ഒന്നും കിട്ടുന്നില്ല. നിങ്ങൾ ഇപ്പൊ കിട്ടില്ലെങ്കിൽ അത് തക്ക സമയം ഏതോ ഒരു ദിവസം കർത്താവ് കൃത്യമായിട്ട് നിന്റെ പ്രാർത്ഥനക്ക് മറുപടി തരും. ഞാൻ എല്ലാ സ്ഥലത്തും പോയ സമയത്ത് ഒരു ഉദാഹരണം പറയാം. ഒരു വലിയ ട്രീ ഉണ്ട്, മരമുണ്ട്. അത് കട്ട് ചെയ്യാൻ എത്ര ഷാർപ്പ് കത്തി എടുത്ത് പോയാലേ അത് ഒരു പ്രാവശ്യം കട്ട് ചെയ്താൽ താഴെ വീഴുമോ? എന്ത് ചെയ്യണം? വെട്ടണം. വെട്ടി കഴിഞ്ഞ ശേഷം ഒരു 10 അല്ലെങ്കിൽ ഒരു 15 വെട്ടി കഴിഞ്ഞ ശേഷം എന്താകും? അത് താഴെ വീഴും. ഞാൻ താഴെ വീഴത്തില്ല, ഇങ്ങനെ തന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കാമെന്ന് പറയാമോ? ഇല്ല. ഒരു ഡേ എങ്ങനെയായാലും ഇന്നല്ലെങ്കിൽ നാളെ
നാളെ അങ്ങനെ മറ്റന്നാൾ ഏതായാലും ഒരു ഡേ അത് താഴെ ഇടും. നിങ്ങളെ പ്രശ്നം എത്ര വലുതായാലും, നിങ്ങളുടെ സങ്കടം എത്ര വലുതായാലും, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന ഇന്നല്ലെങ്കിൽ നാളല്ലെങ്കിൽ മറ്റന്നാൾ അടുത്ത മാസം ഏതായാലും ഒരു ദിവസം എന്റെ പ്രശ്നം തീർക്കാൻ പോകുന്നുണ്ടോ. അത് എത്ര വലുതായാലേ, 20 വർഷമാകട്ടെ, 30 വർഷമാകട്ടെ, 5 വർഷമാകട്ടെ, എത്ര വർഷത്തെ പ്രശ്നമായാലേ എന്റെ കർത്താവ് നിന്റെ പ്രോബ്ലം എല്ലാം ക്ലിയർ ആക്കാൻ പോകുന്നു. നിന്റെ ഒറ്റ പ്രാർത്ഥന മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹന്ന പ്രാർത്ഥിച്ചു, മക്കളില്ല. ആ സമയത്തെ കർത്താവെ ഒരു നല്ല മകൻ കൊടുത്തു, സമൂയേല്. രണ്ടാമതായിട്ട് ഇസ്രായേൽ മക്കള് 20 സംവത്സരം യാബീനു രാജാവ് ഭയങ്കര കഠിനമായ പീഡനം ചെയ്തു. ആ സമയത്ത് ഇവർ പ്രാർത്ഥിച്ച ശേഷം അവരുടെ പ്രോബ്ലം ക്ലിയർ ആയി. പിന്നെ വേറെ ഒരു കാര്യം ഞാൻ പറയാം. മത്തായിയുടെ സുവിശേഷം ഗോസ്പൽ ഓഫ് മാത്യു 26 വേഴ്സ് 41, 26-41. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. രണ്ടാമതും പോയി, പിതാവേ, ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ എങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അനന്തരം അവർ വന്ന് കണ്ണിന് ഭാരമേറുകയാൽ പിന്നെയും ഉറങ്ങുന്നത് കണ്ടു. അവരെ വിട്ട് മൂന്നാമതും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു, ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവിൻ, നാഴിക അടുത്തു, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു. എഴുന്നേൽപ്പിൻ, നാം പോക, ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവർ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ വായിച്ച വാക്യം എങ്ങനെയുണ്ട്? മാത്യു ചാപ്റ്റർ 26 വേഴ്സ് 41. എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം? നമ്മൾ ചില സമയത്തെ ഒരു പ്രശ്നത്തില് ഇല്ലാത്ത പ്രശ്നത്തിൽ പോകുന്നുണ്ട് അല്ലേ? നമ്മുടെ തെറ്റ് ചെയ്തില്ലെങ്കിൽ, മിസ്റ്റേക്ക് ചെയ്തില്ലെങ്കിൽ പല പ്രശ്നങ്ങളോട് പോകുന്നുണ്ട്. പക്ഷെ ആ പ്രശ്നത്തില് കാലം വെക്കാനായിട്ട് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ നമുക്ക് ആ ടെസ്റ്റ് കാണത്തില്ല. പോകാനായിട്ട് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പലരും എന്ത് ചെയ്യാൻ അറിയാമോ? പരീക്ഷയിൽ പോയ ശേഷം എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. കർത്താവേ, എനിക്ക് ഫാമിലിക്ക് ഇതൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു, ഇതോ ഇങ്ങനെ നടക്കുന്നുണ്ടോ എന്ന് പ്രാർത്ഥിക്കും. എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയട്ടെ. ഈ അലക്സ് ഉണ്ട്, എൻ്റെ മോൻ അലക്സ് ഉണ്ട്. അവനോ ആദ്യവേദങ്ങളിൽ ഒരു തെറ്റ കാര്യം ചെയ്യുന്ന സമയത്ത് അത് പോകാനായിട്ട് മുമ്പ് ഞാൻ എന്ത് ചെയ്യണം? അവനോ ശരിയായിട്ട് കറക്റ്റ് ആക്കണം. അവനോ ആ കറക്റ്റ് ആക്കിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അവനോ ടെസ്റ്റിനകത്ത് പോകാനായിട്ട് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം? ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തെ പോകാനായിട്ട് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. വൈ വി ഹാവ് ടു പ്രേ? എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം പറഞ്ഞാൽ ആ ടെസ്റ്റിൽ പോകേണ്ടതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ എന്ത് ചെയ്യാൻ അറിയാമോ? ആ ടെസ്റ്റിൽ പോയി കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. കർത്താവേ, എൻ്റെ മക്കൾ എങ്ങനെ പോയി, എൻ്റെ ഭർത്താവ് എങ്ങനെ കള്ളു കുടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ പിള്ളേർ എങ്ങനെ ചെയ്യുന്നുണ്ടോ, അവർ ആ പ്രശ്നത്തിൽ പോയ ശേഷം നമ്മൾ പ്രാർത്ഥിക്കും അല്ലേ? നമ്മൾ ആദ്യം അവർ പോകാനായിട്ട് മുമ്പ് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നാലാമത്തായിട്ട് ഒരു 4th കാര്യം ഞാൻ പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾ നിർത്താം. യെശയ്യാവിന്റെ പുസ്തകം 38 1 മുതൽ 6 വരെ. ആ കാലത്ത് ഹിസ്കീയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹിസ്കീയാവ് മുഖം ചുവരിന് നേരെ തിരിച്ചു യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവയെ, ഞാൻ വിശ്വസ്തനും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ ഇരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കീയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, നീ ചെന്ന് ഹിസ്കീയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു,
ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ആമേൻ, ഹല്ലേലൂയ. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. നിങ്ങൾ ഇത് ഹിസ്കിയ, എന്തോ ഹിസ്കിയ, ഇവനക്ക് ഒരു ഭയങ്കരമായിട്ട് രോഗമുണ്ട്. ഇവൻ എന്തു ചെയ്തു? ഇവൻ അങ്ങനെ ഇരിക്കിയിട്ടുണ്ട്, വീട്ടിലുണ്ട്. ഒരു പ്രോഫറ്റ് എങ്ങനെ വരുന്നുണ്ട്, അത് എന്റെ പേര് യെശയ്യാവ് അല്ലേ? ഒരു പ്രോഫറ്റ് വരുന്നുണ്ടോ, ഇവന്റെ അടുക്കൽ വന്ന് എങ്ങനെ പറഞ്ഞാലുണ്ടോ, ഹിസ്കിയ നിങ്ങൾ പെട്ടെന്ന് മരിക്കാൻ പോകുന്നുണ്ടോ, നിങ്ങൾ എന്തു ചെയ്യണം? നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാലുണ്ടോ. ഈ വാക്കു ഇവിടെ ഡെലിവറി ചെയ്തിട്ട് ഇവിടെ പറഞ്ഞിട്ട്, ഈ പ്രോഫസി ആയിട്ട് ഇത് പറഞ്ഞിട്ട് ഈ ഹിസ്കിയാനെ വിട്ടിട്ട് ഈ പ്രോഫറ്റ് പോകുന്നുണ്ടോ. പോകാനായിട്ട് വീട് പോലെ കഴിഞ്ഞിട്ടില്ല, വീട് മുറ്റത്തിലുണ്ട് എന്ന് വാക്ക് പറയുന്നുണ്ട്. ആ കാമ്പൗണ്ട് വാൾ പോലെ ക്രോസ് ആയിട്ടില്ല. പിന്നെ പെട്ടെന്ന് ഇവൻ എന്തു ചെയ്തറിയാമോ? മുട്ടുകുത്തി ഇവന് എന്തു ചെയ്തറിയാമോ? കർത്താവ് പ്രാർത്ഥിച്ചു ശേഷം കർത്താവ് പെട്ടെന്ന് ഇവിടുന്ന് ഇവനെ പ്രാർത്ഥിച്ചു വായിൽ നിന്ന് സിഗ്നൽ, ഒരു മൊബൈൽ ഫോണോ സിഗ്നൽ, നമ്മൾ എക്സാമ്പിൾ ഒരാൾ വിളിക്കണമെങ്കിൽ ഇവിടെ കോളിംഗ് ചെയ്താൽ ഇവിടുന്ന് ആദ്യം എവിടേക്ക് പോകും? ഡയറക്റ്റ് ആൾ പോകും, ഡയറക്റ്റ് റേഞ്ചുള്ള സ്ഥലത്ത് പോകും. ഇത് കണക്ഷൻ എവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് ആർക്ക് പോകണോ അവിടെ മാത്രമേ കമ്മ്യൂണിക്കേഷൻ പോകും. അതുപോലെ ഹിസ്കിയ പ്രാർത്ഥിച്ച ശേഷം ഹിസ്കിയ പ്രാർത്ഥന ഡയറക്റ്റ് കർത്താവ് ഉള്ള സ്ഥലത്ത് പോയി, ആ കർത്താവിന്റെ അടുക്കൽ പോയി, അവിടുത്തെ ഡയറക്റ്റ് ആയിട്ട് ആ പ്രോഫറ്റ് അവിടെ ഉണ്ടോ അവിടേക്ക് ആ ന്യൂസ് പോയിട്ട് പിന്നെ ഇവനോട് പറയുന്നുണ്ട്, ഈ പ്രോഫറ്റോട് കർത്താവ് പറയുന്നുണ്ട്, നീ തിരിച്ച് എവിടെ പോകണം അലക്സേ? നീ തിരിച്ചവിടെ പോന്നു. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. എത്ര വർഷം? 15 വർഷം. ഇവനോട് ഒരു വാക്ക് അലക്സേ വാ, അവനോട് ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ അറിയാമോ? പിന്നെ പെട്ടെന്ന് യെശയ്യാവോട് കർത്താവ് സംസാരിക്കുന്നുണ്ട്. നീ പോയിട്ട് ഹിസ്കിയ എവിടെ ഉണ്ടോ അവിടെ പോയിട്ട് നീ മരിക്കത്തില്ല. എക്സാമ്പിൾ തുളസി പാസ്റ്റർ ആയാലും ഞാനായാലും എത്ര വലിയ പാസ്റ്റർ ആയാലും എന്തു ചെയ്യും പറ? തിരിച്ച് അവർ വീട്ടിൽ പോവും. ഹിസ്കിയ വീട്ടിൽ പോകത്തില്ല. ഞാൻ അങ്ങനെ പോകത്തേയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ നിങ്ങൾ വന്നിട്ട് ഒരു പ്രോഫസി പറഞ്ഞിട്ട് പോയി, നീ സത്തുപോവും, നീ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വന്നിട്ട് നീ മരിക്കത്തില്ല പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുമോ? എന്തൊരു കള്ളം എന്ന് പറയാമല്ലേ അല്ലേ? ഹല്ലേലൂയ. ആ സമയത്ത് ഈ പ്രോഫറ്റ് ഉണ്ടല്ലോ, ഈ യെശയ്യാ ഉണ്ടല്ലോ, ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇത് എന്റെ വാക്കല്ല കർത്താവ് ആ വാക്ക് പിടിച്ചിട്ട് നേരിട്ട് ഡയറക്റ്റ് ഹിസ്കിയാവുടെ ഉള്ള സ്ഥലത്ത് പോയി ഒറ്റ വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഹിസ്കിയ നീ മരിക്കത്തില്ല. വായിൽ നിന്ന് നീ മരിക്കാമെന്ന് പറഞ്ഞതോ ആ വായിൽ നിന്ന് same word, ഏത് മൗത്ത് യൂസ് ചെയ്തോ വാക്കു same ആ വായിൽ നിന്ന് നീ മരിക്കത്തില്ല. എത്ര വർഷം? 15 വർഷം. എന്താ അതൊരു വാക്യം? 15 വർഷം. നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. തെലുഗു ബൈബിളിൽ എങ്ങനെയുണ്ട്? കർത്താവ് ഹിസ്കിയാക്ക് ഒരു സീൽ ചെയ്തു, ഒരു സ്റ്റാമ്പ് ചെയ്ത്. എന്തറിയാമോ? 15 വർഷം 15 years ഒരു രോഗം നിന്നെ തൊടത്തില്ല, ഒരു ബാധ നിന്നെ തൊടത്തില്ല, ഒരു ഷുഗറോ ഒരു കൊളസ്ട്രോളോ ഏത് നിന്റെ അടുക്കൽ വരുത്തേല്ല. നീ പ്രാർത്ഥിച്ചല്ലേ, നീ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന അത് എന്തു ചെയ്തറിയാമോ? 15 വർഷം ഒരു സീൽ ചെയ്തു. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോരോ പ്രാർത്ഥന ഉണ്ടല്ലോ അത് ഒരു സീലായിട്ട് മാറുന്നുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന ഉണ്ടല്ലോ നിങ്ങൾ കുഞ്ഞുങ്ങൾ ഒരു സീലായിട്ട് മാറുന്നുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നിന്റെ ഭർത്താവിന് ഒരു സീലാകുന്നുണ്ടോ? നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിന്റെ ഭാര്യക്ക് ഒരു സീലാകുന്നുണ്ടോ? നിന്റെ പാസ്റ്റർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിന്റെ കുടുംബത്തിനോ അതൊരു സീലാകുന്നുണ്ടോ? അത് ഒരു സീലായിട്ട് 1 വർഷമല്ല 2 വർഷമല്ല
ചെറിയ സംഭവമല്ല, അത് വളരെ പവർഫുൾ ആയിട്ടുണ്ട്. പ്രാർത്ഥിച്ച ആൾക്കാർ എങ്ങനെയുണ്ട് അറിയാമോ? അവർ പേടിക്കത്തേയില്ല. വൈ? അവരെന്തിനുണ്ട് പേടിക്കത്തില്ല? അവർ പ്രാർത്ഥിക്കുന്നാൽ ഒരു സാധാരണ മനുഷ്യനല്ല. പ്രാർത്ഥിക്കുന്നാൽ അത് ഒരു ബോൾഡഡ്, ഒരു പവർഫുൾ മനുഷ്യനോ, ഒരു ചെറിയ മനുഷ്യനല്ല. ഇവനൊരു സാധാരണ മനുഷ്യൻ, ഇവർ ഒരു ചെറിയ മനുഷ്യൻ. പക്ഷെ ഇവനുണ്ട് ആഴക്കൽ, ഇവനുണ്ട് അകത്തോ ഒരാളുണ്ടോ. അവൻ സർവശക്തനായിട്ട് ദൈവം, രാജാതിരാജാവിനെ നമ്മൾ നോക്കുമ്പോൾ അവനൊരു ചെറിയ മനുഷ്യനല്ല, ഒരു വലിയ മനുഷ്യൻ നമ്മുടെ അകത്തുണ്ട്. നമ്മൾക്ക് ഒരു ചെറുതായിട്ട് കാണും. നിങ്ങൾക്കറിയാമോ, ആന്ധ്രയിൽ ഒരു ചില്ലി ഉണ്ട്, അതിന്റെ പേര് കാന്താരി. കാന്താരി അറിയാമോ? അത് എത്ര കാണും? അത് എത്ര ഉണ്ട്? ഒരു ചെറുതല്ല കാന്താരി. ഇപ്പൊ ആന്ധ്ര ഫുള്ള് കാന്താരി മിർച്ചി മാത്രമേ ഉണ്ട്, വേറെ ഒന്നുമില്ല. ഹല്ലേലൂയ. കാന്താരി കാണുമ്പോൾ ചെറുതായിട്ട് കാണും, ഒരു സിമ്പിൾ ആയിട്ട് കാണും, സൈസ് ഇല്ല, ഒന്നും ഇല്ല. പക്ഷെ അതിന്റെ പവർ എത്ര അറിയാമോ? നിങ്ങൾ ചെറുതായിട്ട് കടിച്ചു നോക്കി, നമ്മൾ ഒരു കാന്താരി പോലെ കാണാം. നമ്മുടെ നാട്ടുകാർ നിൽക്കുമ്പോൾ, നമ്മുടെ വീട്ടുകാർ നിൽക്കുമ്പോൾ, നമ്മുടെ ഡിസ്ട്രിക്ട് ആൾക്കാർ നിൽക്കുമ്പോൾ, നമ്മുടെ കേരളം മുഴുവൻ നിൽക്കുമ്പോൾ നമ്മുടെ ഒരു കാന്താരി പോലെ കാണും. നിങ്ങൾ ഒരു സാധാരണ മനുഷ്യനല്ല. നിങ്ങൾ കാണാൻ കാന്താരി ആയാലേ നിങ്ങൾ അകത്ത് ഒരു പവർഫുൾ ഉണ്ട്, ഒരു ശക്തനായ ദൈവമുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ ഒരു ചെറിയ മനുഷ്യനാകട്ടെ, ഒരു ചെറിയ മനുഷ്യനാകട്ടെ, നിങ്ങൾക്ക് പൈസ ഇല്ലാത്ത പോട്ടെ, പക്ഷെ കാറില്ലാകട്ടെ, പക്ഷെ നിങ്ങൾ ഒരു സാധാരണ മനുഷ്യനല്ല, അവർക്കാൾ ശക്തനായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? ഈ ആന്ധ്രയിൽ ഒരു കുഴപ്പമുണ്ട്. വീട് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് ഇവർ എന്ത് നോക്കും അറിയാമോ? വാസ്തു നോക്കും. എന്തോ വീട് ഇങ്ങനെ ക്രോസ് ആകണം, ഈ റൂമ് 11.5 വേണം, അടുത്ത റൂമ് 11.3 മാത്രമേ വേണം, കിച്ചണ് 8:7 മാത്രമേ, ഇങ്ങനെ ക്രോസ് ആകുന്ന വീട് എന്ന് പറയാം. അവർ വാസ്തു നോക്കട്ടെ. പക്ഷെ കമ്മത്ത് വെള്ളപ്പൊക്കം ഉണ്ട്, ഭയങ്കര വെള്ളപ്പൊക്കം ഉണ്ട്. വാസ്തു നോക്കാൻ ആളുണ്ടല്ലോ, ഒരാളുണ്ടല്ലോ വാസ്തു നോക്കാൻ. അവരുടെ പേര് എന്താ പറയാ? നമ്മൾ വാസ്തു നോക്കിയിട്ട് മെഷർമെന്റ് തരുമല്ലോ, ഏതാകട്ടെ. ഹല്ലേലൂയ. ആ വാസ്തു നോക്കിയിട്ട് വീട് കൺസ്ട്രക്ഷൻ ചെയ്യും. പിന്നെ അടുത്തുള്ള വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ വീട് ഈ ഷേപ്പില് ഈ വാസ്തായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യണമെന്ന് പറയാം അവന് പോയിട്ട്. പക്ഷെ ഇപ്പൊ കമ്മത്തെ പോയി നോക്കിയാലേ ആ വാസ്തു, ഇവനെ പോയി വാസ്തു നോക്കിയിട്ട് വീടുകളും ഇവന്റെ വീടും ഇവന്റെ വേറെ ആൾക്കാരുടെ വീടും ഒരു വാസ്തു പോലും പിടിക്കാൻ പറ്റാത്ത വെള്ളപ്പൊക്കം വന്നിട്ട് എല്ലാ വീടുകളും ആ വെള്ളപ്പൊക്കത്തിൽ പോയായിരുന്നു. നമ്മുടെ വാസ്തല്ല, നമ്മുടെ ഇതോ അതോ നാളെ നോക്കിയിട്ടല്ല, നമ്മുടെ കർത്താവ് നോക്കിയിട്ട് നമ്മൾക്ക് മുമ്പോട്ട് പോകണം. വാസ്തു നോക്കി വീട് കെട്ടിയാല് 5-6 നില വീടായാലും എത്ര വലുത് പോകണാല് വാസ്തു ഉള്ളെങ്കില് ഇല്ലെങ്കില് നിങ്ങളോട് കർത്താവ് ഉണ്ടെങ്കില് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കും. വാസ്തു ഒരു പ്രശ്നമല്ല. ആന്ധ്ര ഭയങ്കര പ്രശ്നം എന്താ അറിയാമോ? അയ്യോ, ഈ കുറെ ദിവസമായിട്ട് ഞാൻ കാമ്പൗണ്ട് വാൾ കൺസ്ട്രക്ഷൻ ചെയ്തു. എല്ലാവരും അവിടെ ആന്ധ്രയിൽ എന്ത് ചെയ്യും അറിയാമോ? ആദ്യം ഈ സൈഡ് മാത്രം കൺസ്ട്രക്ഷൻ ചെയ്യും, റൈറ്റ് സൈഡ്, പിന്നെ ബാക്ക് സൈഡ് ലെഫ്റ്റ് സൈഡ് ചെയ്യും. ഞാനോ തിരിച്ച് കൺസ്ട്രക്ഷൻ ചെയ്യും. എങ്ങനെ അറിയാമോ? ആദ്യം ലെഫ്റ്റ് സൈഡ് കൺസ്ട്രക്ഷൻ ചെയ്തു. എങ്ങനെ? ലെഫ്റ്റ് സൈഡ് ചെയ്തു. പിന്നെ അങ്ങനെ തന്നെ എൻ്റെ ചുറ്റും വീട്ടുകാർ കുറെ പേര് ഹിന്ദു ആൾക്കാരുണ്ട്. അവർ നല്ല സ്നേഹം കാണിക്കും. അവർ വന്നിട്ട് ചോദിക്കും, പാസ്റ്റർ നിങ്ങൾ എന്താ വാസ്തു വിരോധമായിട്ട് ചെയ്തിട്ടുണ്ട്? വാസ്തു നോക്കിയിട്ട് ആദ്യം ഈ സൈഡല്ലേ കാമ്പൗണ്ട് വാൾ കൺസ്ട്രക്ഷൻ ചെയ്യേണ്ടത്, പിന്നെ നിങ്ങൾ എന്ത് ഈ സൈഡ് ചെയ്തു? ആ ഹിന്ദുക്കൾ മധ്യത്തിൽ ഒരാൾ പറയുന്നുണ്ട്, അവന് എന്ത് പറയാ, അവന് കർത്താവിൽ വിശ്വസിച്ചിട്ടുണ്ട്. അവന് എവിടെ കട്ടിയാല് എവിടെ കാല് കുത്തിയാല് അത് ബ്ലെസ്സിംഗ് മാത്രമേ. അവന് ഏത് ചെയ്താല്. എന്റെ വീട് എല്ലാ ആന്ധ്ര ചർച്ചസും ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോർ എന്ത് കാണാൻ അറിയാം? വീട് എല്ലാ ആന്ധ്ര ചർച്ചസ് അങ്ങനെ തന്നെ കാണും. പക്ഷെ എൻ്റെ പാസ്റ്റർ അവിടെ വന്നു, എല്ലാവരും അവിടെ വന്നിട്ടുണ്ട്. ഓപ്പണിംഗ് പാസ്റ്റർ ചെയ്തു നമ്മുടെ ഗുഡ് ന്യൂസ് ഇന്ത്യ മിഷൻ ചർച്ച്, നമ്മുടെ ചർച്ച്. ഹല്ലേലൂയ. ഗ്രൗണ്ട് ഫ്ലോർ ചർച്ച്, ഫസ്റ്റ് ഫ്ലോർ വീട്. അവിടെ ഗ്രൗണ്ട് ഫ്ലോർ ചർച്ച്, ഫസ്റ്റ് ഫ്ലോർ
ചർച്ച് ഗ്രൗണ്ട് ഫ്ലോർ എല്ലാ സ്ഥലത്തും വീട് കാണും. പക്ഷെ ഞാൻ റിവേഴ്സ് അല്ല, നമുക്ക് വാസ്തില്ല, ഒരു ഇത് രണ്ടും ഇല്ല. നമ്മുടെ കർത്താവിന് നമ്മുടെ വാസ്തു. നമ്മുടെ എവിടെ ഉണ്ട് അവിടെ കർത്താവ് നമ്മളോട് കൂടുന്നു. ഈ ചർച്ചിൽ എല്ലാം കർത്താവ് നമ്മളോട് കൂടുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം? ഒരു 4 റീസൺസ് ഞാൻ പറഞ്ഞായിരുന്നു. എനിക്ക് ഫ്ലൂയൻ്റ് ആയിട്ട് മലയാളം വന്നാലും പറയാൻ ഫുള്ള് വിശദമാക്കാൻ പറ്റും, പക്ഷെ വന്നിട്ടില്ല. എന്തായാലും കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. ലാസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞിട്ട് നിർത്താം. പിന്നെ എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം? ലൂക്കോസ് 3:23 chapter 39 to 43. നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. അവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. 2 കൈ ഉയർത്തിട്ട് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ഇവിടുത്തെ സംഭവം നമുക്കറിയാം. യേശു ക്രിസ്തു ക്രൂശിൽ ഉണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഒരു കള്ളൻ ഒരു സൈഡ്, ഇനി ഒരു സൈഡ് ഒരു കള്ളനുണ്ട്. ഇവർ 2 പേര് കർത്താവോട് സംസാരിക്കുന്നുണ്ട്. ഒരാള് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, കർത്താവേ, നീ നിന്റെ രാജ്യത്തിൽ വരുമ്പോൾ എന്നോട് ഓർക്കണമേ, അങ്ങനല്ലേ? എന്നോട് ഓർക്കണമെന്ന് പറഞ്ഞു. പിന്നെ വേറെ ഒരു കള്ളൻ പറയുന്നത്, ഇതുവരെ എല്ലാ കള്ളകാര്യങ്ങൾ ചെയ്തു, ഇപ്പൊ വന്നിട്ട് കർത്താവേ നിന്റെ രാജ്യത്തിൽ എന്നെ ചേർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? അപ്പോ കർത്താവേ അവന്റെ വാക്ക് കേട്ടിട്ടില്ല. ഈ പ്രാർത്ഥിച്ചിട്ട് ആളോ വാക്കു കേട്ടിട്ട് എന്ത് പറഞ്ഞറിയാമോ? ആ വാക്കു, ആ താഴത്തെ വാക്കു, നീ ഇന്ന് എന്നോട് കൂടെ എന്നോട് കൂടെ പരദേശിലടയ്ക്കും. ഹല്ലേലൂയ. ഒരു ഒറ്റ പ്രാർത്ഥന എന്തു ചെയ്തറിയാമോ? അവനെ നരകത്തിൽ പോകണ്ടാലും എല്ലാ തെറ്റ് ചെയ്തു, കള്ളം ചെയ്തു, എല്ലാ ദോഷം ചെയ്തു, എല്ലാ പാപം ചെയ്തു. പക്ഷെ ഇനി ഒരു 2-3 മിനിറ്റിൽ അവന് ചത്തുപോകും. ആ സമയത്തെ, ആ മരിക്കാനായിട്ട് സമയത്തെ പ്രാർത്ഥിച്ചായിരുന്നു. ആ ഒറ്റ പ്രാർത്ഥന ആ നരകത്ത് പോകാനായിട്ട് ആ സിറ്റുവേഷൻ തിരിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോയി. ഹല്ലേലൂയ. ഒരു ഒറ്റ പ്രയർ, only one prayer changed his life. അവന്റെ പ്രാർത്ഥന എന്തു ചെയ്തറിയാമോ? നരകത്ത് പോകേണ്ട അവൻ തിരിച്ച് പരദേശി കൊണ്ടുപോയി. ആമേൻ. ഹല്ലേലൂയ. നമ്മളെ ചെയ്യുന്ന പ്രാർത്ഥന എങ്ങനെയാ അറിയാമോ? നരകത്ത് പോകേണ്ട സിറ്റുവേഷൻ എല്ലാം ചേഞ്ച് ആക്കും. നമ്മുടെ സിറ്റുവേഷൻ എല്ലാം ചേഞ്ച് ആക്കും. നമ്മുടെ പ്രേയർ എന്തു ചെയ്യും അറിയാമോ? ഉള്ള സ്ഥിതി എല്ലാം ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. 5 കാര്യങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് വിശദമായിട്ട് പാസ്റ്റർ വീണ്ടും ആ 5 പോയിന്റ്സ് നിങ്ങൾ പറഞ്ഞു തരാം. കർത്താവ് നമ്മുടെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.